ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക മാറ്റിവെച്ചിരിക്കുന്നു. ബംഗളൂരുവിലെ വീടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയില്ലെന്ന് തെളിവ് സഹിതം കോൺഗ്രസ് പരാതി ഉന്നയിച്ചതോടുകൂടിയാണ് ഈ നടപടി ഉണ്ടാകുന്നത്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, അല്പം മുൻപാണ് നമ്മൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം കേട്ടത്. അദ്ദേഹം ഈ ഒരു ആരോപണത്തെ തന്നെ തോൽവി ഭയന്നുള്ളത് എന്നുള്ള തരത്തിൽ മാത്രം വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ടായിരുന്നു സംസാരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു നടപടിയിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത് എന്തുകൊണ്ടാണ്? പക്ഷേ തോൽവി ഭയന്നാണ് ഇങ്ങനത്തെ ഒരു ആരോപണം എന്ന വാദം കൊണ്ടൊന്നും കാര്യങ്ങൾ നിൽക്കില്ല. കാരണം ഇന്നിപ്പോൾ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖരന്റെ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നിയമമണ്ഡലത്തിൽ നടക്കുന്നത് തൊഴിൽ ഭവനിലാണ്. ഇവിടെ റിട്ടേണിംഗ് ഓഫീസർ ഇപ്പോൾ കോൺഗ്രസിന്റെ പരാതിയെ തുടർന്ന് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിരിക്കുകയാണ്. ഒരു മണിക്കകത്ത് തീരുമാനമെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ ബംഗളൂരുവിലെ രാജീവ് ചന്ദ്രശേഖരന്റെ വസതി, കോരമംഗലയിലെ വസതി, അതിൽ കരമടച്ചത് 2026 ഈ മാസം, അതായത് മാർച്ച് മാസം 17-ാം തീയതിയാണ് കരമടച്ചിട്ടുണ്ട്. അതിന്റെ അടക്കമുള്ള രേഖകളാണ്, അതായത് ബംഗളൂരു സൗത്ത് സിറ്റി കോർപ്പറേഷന്റെ രേഖകളടക്കമാണ് കോൺഗ്രസ് പരാതി ഉന്നയിച്ചിരിക്കുന്നത്. അതിനാലാണ് മാത്രമല്ല ഒരുപാട് രേഖകൾ, ഇതുമായി ബന്ധപ്പെട്ട രേഖകളും UDF സ്ഥാനാർത്ഥി KS ശബരിനാഥൻ നൽകിയിട്ടുണ്ട്. ശബരിനാഥൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശബരി, എന്താണ് റിട്ടേണിംഗ് ഓഫീസർക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്? ഇന്നലെ INC ട്വിറ്റർ പേജിൽ പറഞ്ഞൊരു പരാതിയുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്റെ സ്വവസതിയായിട്ടുള്ള കോറമംഗല 3rd ബ്ലോക്കിലുള്ള 408-ാം നമ്പർ വീട്, ഏകദേശം 200 കോടി രൂപയുടെ മാർക്കറ്റ് വാല്യൂ ഉള്ള വീട്, ഇത്തവണത്തെ നോമിനേഷനിൽ അത് നൽകിയിട്ടില്ല. പക്ഷേ ഇതേ വീടിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കരമടച്ചിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ചോദ്യമാണ്, എന്തുകൊണ്ട് ഈ വീടിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുന്നില്ല? അത് കൃത്യമായ രേഖകൾക്കടക്കം ബാംഗ്ലൂർ കോർപ്പറേഷൻ മുനിസിപ്പൽ അതോറിറ്റിയുടെ ലാൻഡ് ടാക്സ് ഡീറ്റെയിൽസ് അടക്കം, റവന്യൂ ഡീറ്റെയിൽസ് അടക്കം, അതോടൊപ്പം ഇതുപോലെ അദ്ദേഹം ഡിക്ലെയർ ചെയ്യാത്ത പ്ലോട്ട് നമ്പർ 409, 417 അടക്കമുള്ള എല്ലാം ഇപ്പോൾ ഓൺലൈനിൽ കിട്ടുമല്ലോ, ഓൺലൈൻ ഡോക്യുമെന്റ്സ് അടക്കം ബാക്കി എല്ലാ ഡോക്യുമെന്റ്സ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ BJPയുടെ വക്കീൽ പറയുന്ന, അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയിട്ട് വിൽഫുൾ സപ്രഷനാണ്, വിച്ച് വിൽ ലീഡ് ടു ഡിസ്ക്വാളിഫിക്കേഷൻ. നോമിനേഷൻ റിജക്ട് ചെയ്യേണ്ട ക്ലിയർ ആയിട്ടുള്ള ഗ്രൗണ്ട്സ് ആണ്. BJPയുടെ ഡൽഹിയിൽ നിന്നുള്ള വലിയ അഭിഭാഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് 200 കോടി രൂപയുടെ ഒരു വീടിന്റെ പേര് കാണിക്കാത്തത് ഒരു മൈനർ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. അങ്ങനെ ഇവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പൊയ്ക്കോ എന്നുള്ള വാദമാണ് അവരുടെ ഉള്ളത്. സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് സമ്മതിച്ചു. അത് വേണമെങ്കിൽ കോടതി പൊയ്ക്കോ എന്നാണ് പറയുന്നത്. അപ്പോൾ വാദം നടന്നത് ഇത് ഡിസ്ക്വാളിഫിക്കേഷന് ടാൻഡമൗണ്ടാണോ അല്ലെങ്കിൽ കോടതിയിൽ പോകണോ എന്നുള്ളതാണ്. അപ്പൊ തെറ്റ് ചെയ്തു എന്നുള്ളത് സമ്മതിക്കുകയാണ്. ഇന്നലെ പുറത്തുവിട്ട ഈ ഡോക്യുമെന്റിന് പുറമെ വേറെന്തൊക്കെ ഡോക്യുമെന്റ് ആണ്? അവിടെ ശബ്ദത്തിന്, പ്രശാന്ത് ഒന്ന് ശബ്ദം നോക്കുക, ശബ്ദത്തിന് സാങ്കേതിക പ്രശ്നമുണ്ട്. അതായത് കോൺഗ്രസ് ആണ് ഈ ഒരു തെളിവ് സഹിതം ഈ പരാതിയുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നത്. ഈ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു, 200 കോടിയുടെ വീടിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ചു ബംഗളൂരുവിൽ ഉള്ളത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇത് 200 കോടിയുടെ വീട്, അതൊരു കൊട്ടാരം എന്ന് തന്നെ പറയാൻ, വീട് നമുക്ക് പറയാൻ പറ്റില്ല. ആ വസ്തുവിന്റെ, ആ ബിൽഡിങ്ങിന്റേതും ഒപ്പം തന്നെ അവിടെയുള്ള വസ്തു ഭൂമിയുടെയും മത്സരിക്കാമല്ലോ, പിന്നെ കോടതി പോയാൽ മതിയല്ലോ. അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ജനങ്ങളെ ഇതിൽ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, ഇത്രയും വിഷയം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസ് കൊണ്ടുവന്ന് ഇന്ന് രേഖകളടക്കം നമ്മൾ പരാതി, ഏകദേശം 1 കെട്ട് പരാതി നമ്മൾ കൊടുത്തിട്ടും ഇവിടെയുള്ള LDF ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ല. പ്രശാന്ത്, ഒന്നുകൂടെ മൈക്ക് ഒന്ന് നോക്കണം. നമുക്ക് എന്തായാലും ശബരിനാഥന്റെ വളരെ ഗൗരവമായിട്ടുള്ള പ്രതികരണം കൂടിയാണ് ലഭിക്കുന്നത്. ശബരി പറയുന്നതനുസരിച്ച് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള, അതായത് തള്ളാനുള്ള സാധ്യതകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. പിന്നാലെയാണ് ഈ നാമനിർദ്ദേശ പത്രിക, BJP സംസ്ഥാന അധ്യക്ഷന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചു എന്ന വാർത്തയുടെ വിവരങ്ങൾ നമുക്ക് മുൻപിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതും നേമത്താണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഏറ്റവും ടൈറ്റ് പോര് ഇത്തവണയും നമ്മൾ പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. ഇങ്ങനൊരു നടപടിയിലേക്ക് പോകുമെന്ന് ഒരുപക്ഷെ സ്വപ്നത്തിൽ പോലും രാജീവ് ചന്ദ്രശേഖർ വിചാരിച്ചു കാണില്ല. അല്പസമയം മുൻപാണ് പ്രശാന്ത് കൃഷ്ണയോട് അദ്ദേഹം സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തോൽവി ഭയന്നുകൊണ്ടുള്ള ആരോപണങ്ങൾ എന്നുള്ളത് മാത്രമാണ് ഇതിനെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. അത് അതീവ ഗൗരവതരമായിട്ടുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ BJP അധ്യക്ഷന്റെ നാമനിർദ്ദേശ പത്രിക മാറ്റിവെച്ചിരിക്കുന്നു കമ്മീഷൻ എന്നുള്ള വിവരങ്ങൾ വരികയാണ്.